വളർന്ന് വികസിച്ചതായ ഈ ഒരു സംഘടന അതിനെ നശിപ്പിക്കാൻ വേണ്ടി ആരും ശ്രമിക്കണ്ട. അതിനെ കുത്താനും അതിനെ പരാജയപ്പെടുത്താനും വേണ്ടി ആരും ശ്രമിക്കണ്ട. കാരണം എന്നും മഹാന്മാരാവുന്നതായ മശായിഖുകൾ ഈ സംഘടനയെ അവർ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഈ 100 കൊല്ലം അവർ സംരക്ഷിച്ചല്ലോ. ഈ സംഘടനയ്ക്കൊരു പോറലേൽക്കാതെ 100 കൊല്ലമാണ് അവർ സംരക്ഷിച്ചു പോകുന്നത്. അപ്പം അതിന് ഇനിയൊരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമില്ല. അത് വളരെ ശുദ്ധീകരിക്കപ്പെട്ട സംഘടനയായിക്കൊണ്ടേ നിൽക്കുകയാണ്. അതിന് വല്ല ശുദ്ധീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഏതെങ്കിലും കമ്പനികളായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്ത് അവരുമായിട്ട് നമുക്കൊരു എഗ്രിമെൻ്റൊക്കെ എഴുതി നിങ്ങൾ വന്ന് ശുദ്ധീകരിക്കണം എന്ന് പറയാം. അപ്പോൾ ശുദ്ധീകരിക്കാൻ പറ്റുന്നതായ അതിൻ്റെ തൊഴിലാളികളൊക്കെ പല കമ്പനികളിലുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായി. അങ്ങനെയാണല്ലോ ഓരോ കമ്പനിയും അവരുദ്ദേശിക്കുന്നതായ അവരുടെ ആ മേഖലയിൽ പിന്നെ ജോലി ഇല്ലാതെയാവുമ്പോൾ അതിന് പരസ്യം ചെയ്യും. അങ്ങനെ പരസ്യം ചെയ്ത പല പരസ്യങ്ങളും നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഇപ്പോൾ സമസ്തയിൽ ശുദ്ധീകരണം നടത്താൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് ആ ശുദ്ധീകരണം നടത്താം, അപ്പോൾ വരണ്ട. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ നിലക്കും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശുദ്ധീകരിക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വിളിക്കും. നിങ്ങൾക്ക് വേണ്ടതായ അതിന് കരാറൊക്കെ നമ്മളോട് ഒപ്പിടാം. ആ കരാറനുസരിച്ച് ജോലി ചെയ്താൽ അതിൻ്റെ പണമൊക്കെ തന്ന് വിടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വീമ്പുകളൊന്നും ആരും പറയണ്ട. ഇത് ഇങ്ങനെ തന്നെ ഈ നിലക്ക് ഇതിനൊരു നിലക്ക് പോറലില്ലാത്ത നിലക്ക് മഹാന്മാരുടെ ആ ആശയ ആദർശങ്ങളൊക്കെ പൂർണ്ണമായി പിന്തുടർന്നും കൊണ്ടിട്ട് അവർക്കുള്ളതായ ആ കുരുത്തത്തിലും പൊരുത്തത്തിലുമൊക്കെ ആയിക്കൊണ്ടിട്ട് കാലികമായി ഉണ്ടാവണതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാൻ ആരും വേണ്ട. ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് തന്നെയാണ് നമ്മൾ പലതും പഠിച്ചിരിക്കുന്നത്. നമ്മളെ വിദ്യാഭ്യാസ സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് ശക്തമായ ഒരു വിദ്യാഭ്യാസ ബോർഡുണ്ട്. സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് പല വിദ്യാഭ്യാസ പദ്ധതികളുണ്ട്. അതൊക്കെ കാലികമായി ശ്രദ്ധിക്കേണ്ട സംഗതികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളും പയഞ്ചന്മാരൊന്നും അല്ല അത്രമാത്രം. അഞ്ചിപ്പോൾ ഇസ്ലാമിൽ നമ്മൾ പയഞ്ചന്മാരാണെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ, അങ്ങനെയുള്ള നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ പയഞ്ചന്മാരാണ്. നമ്മളെ കർമ്മങ്ങളിൽ നമ്മൾ ഇതിനൊന്നും യാതൊരു നിലക്കുള്ളതായ ഭേദഗതിക്കും നമ്മൾ ഒരാളെയും വിടൂല, യാതൊരു സംശയമില്ല, അതിനെ അനുവദിക്കില്ല. അപ്പോൾ അതിലൊക്കെ നമ്മൾ ആ പഞ്ചത്തെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബത്തിൽ നിന്ന് താബീയങ്ങൾ തുടങ്ങി നമ്മുടെ മഹാന്മാരാവുന്ന മശായിഖ്, അങ്ങനെ ഇൽമിനെ സംബന്ധിച്ച് അങ്ങനെയല്ലേ പറഞ്ഞത്. ഈ ഇൽമ് എന്നുള്ളത് അത് ദീനാണ്, നിൻ്റെ ദീനാണത്. ഇൽമിനെ നീ അഖ്ദ് ചെയ്യേണ്ടത് ഖുദൂ അമ്മൻ തഖുദൂന ദീനക്കും. ആരിൽ നിന്നാണ് നീ ഇൽമിനെ പഠിക്കണതെന്ന് ശ്രദ്ധിച്ച് വേണം പഠിക്കണം. കാരണം ഇൽമിനെ പഠിപ്പിക്കുന്ന ആളുകളോടുള്ള നിർദ്ദേശം എന്താ? ആ ഇൽമിനെ നിങ്ങൾ അതിന് അവകാശപ്പെട്ടവർക്ക് നൽകപ്പെടാൻ പറ്റും. അവകാശപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾ അതിനെ സമ്പാദിക്കാൻ പാടുള്ളൂ. ഇത് അയിമ്മത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു അടിസ്ഥാനമാണത്. ഇൽമിനെ ആർക്കെങ്കിലും ഇൽമിനെ വലാ തളഊഹാ ഫീ ഗൈരി മൗദിഇഹി വലാ തളഊഹു ഫീ ഗൈരി മൗദിഇഹി. ആ ഇൽമിനെ അതിനെ കൊണ്ടുവെക്കേണ്ട സ്ഥലത്തല്ലാത്തോടത്ത് കൊണ്ടുവെക്കാൻ പോകുകയാണ്. അതിന് നീ അഖ്ദ് ചെയ്യരുത് അതിൻ്റെ അഹ്ലുകാരിൽ നിന്നല്ലാതെ. അതാണ് പഴയ കാലത്തൊക്കെ നമ്മൾ ഓതാൻ പോകുമ്പോഴും നമ്മൾ കിതാബ് പഠിക്കുമ്പോഴും മസലകൾ പഠിക്കുമ്പോഴും ഓരോ കിതാബിലുള്ള പല സംശയങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ ആദ്യമായിട്ട് അത് പറഞ്ഞു തരുന്ന ആളെ പറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമുക്ക് അയാളെ അടുത്ത് കിതാബ് ഓതാൻ പറ്റുമോ, അയാൾ അതിന് അർഹനാണോ, അയാൾ എല്ലാ ഫന്നിലും മുഹഖിഖാണോ, അല്ലെങ്കിൽ അയാളിൽ നിന്ന് അയാൾക്ക് തഫീമിനുള്ള കഴിവുണ്ടോ, അയാളെ മറ്റുള്ളതായ ഗുണനിലവാരങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് നമ്മളൊക്കെ ഒരു ഉസ്താദിൻ്റെ അടുത്ത് കിതാബ് ഓതാൻ പോകുന്നത്. പൂർണ്ണമായി അദ്ദേഹത്തെ നമ്മൾ അനുസരിക്കണം. ആ അനുസരിക്കാൻ പറ്റുന്ന ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതല്ലേ വേണ്ടത്. അപ്പം അങ്ങനത്തെ ആളുകൾ, അതാണ് ആ ഇൽമിനി ആരിൽ ഹുദൂ അമ്മന്തോ ഉന്നുറു അമ്മന്തോ ഹുദൂന ദീനക്കും. നിങ്ങൾ ദീനിനെ ആരിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കാരണം ഈ ഇൽമ് എന്നുള്ളത് അത് ദീനാണ്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ മഹാന്മാരാവുന്ന അയിമ്മത്തുകൾ മശായിഖന്മാർ നമ്മൾ അസാധ്യത അവർ മുഖേന നമുക്ക് കിട്ടിയതായ ഈ ആശയാദർശങ്ങളാണിത്. ഈ ആശയങ്ങളും ഈ വിശ്വാസങ്ങളും ഈ കർമ്മങ്ങളൊക്കെ മുസ്ലിം ലോകം അവിടെ ചെയ്തുകൊണ്ട് പോരുന്നത്. ഒമാ അസ്നൽ മുസ്ലിമൂന ഫഹു ഇൻദല്ലാഹി അസ്ലുന്ന. മുസ്ലിമീങ്ങൾ നല്ലതായി കാണുന്നത് അള്ളാഹുവിൻ്റെ അടുത്തും ആ നല്ലതല്ലേ. അതുകൊണ്ടാണ് ഒമയത്തബിയ വൈറ സബീലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ ഈ വഴി അത് വളരെ വിശുദ്ധമായ വഴിയാണ്. ആ വഴിയാണ് മുസ്തഖീമായ വഴി.
കുട്ടികളും ചാടും